എന്തൊക്കെ ചെയ്താൽ നമ്മൾ യങ് ആയിട്ട് തോന്നിക്കാൻ കഴിയുമെന്ന് അറിയാമോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ച് ടിപ്സ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ആണ്. അതിൽ തന്നെ മോർണിംഗ് സ്കിൻ കെയർ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ സൺസ്ക്രീൻ. സെക്കൻഡ് എന്ന് പറയുന്നത് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച്, സ്കിൻ കൺസേൺ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് സിറംസ് അല്ലെങ്കിൽ ഓയിൽമെന്റ്സ് അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഹെൽത്തി ഹാബിറ്റ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. പ്രോപ്പർ ആയിട്ട് ഒരു 2 to 3 ലിറ്റർ വാട്ടർ വെച്ചിട്ട് നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇമ്പോർട്ടന്റ് ആണത്. മൂന്നെന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ്സ് ആണ്. ലൈക്ക് സ്കിൻ ബൂസ്റ്റേഴ്സ്, ബൊട്ടോക്സ്, ഫില്ലേഴ്സ്. ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങളുടെ യൂത്ത്ഫുൾനെസ് ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാണ്ട് ഒരു ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ വളരെ സട്ടിൽ ആയിട്ടുള്ള ഒരു ചേഞ്ചിലൂടെ നിങ്ങൾക്ക് യൂത്ത്ഫുൾ അപ്പിയറൻസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഏജിങ് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ നമുക്കത് സ്ലോ ചെയ്യാനായിട്ട് സാധിക്കും. യങ് ആയിട്ടിരിക്കാനും കോൺഫിഡന്റ് ആയിട്ടിരിക്കാനും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കാനും ഇതാണ് സീക്രട്ട്. താങ്ക് യു.